എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൊളന്റ് 2 എന്ന അനിമയുടെ എപ്പിസോഡ് 53 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ യുഹാവോ ഷവിയാവോ എന്ന ആളുമായിട്ട് ചലഞ്ച് ചെയ്തതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ചെറിയ തിരുത്തുണ്ട്. യുഹാവന്റെ 3 അറ്റാക്കിൽ ഷവിയാവോ മാർഷൽ സോൾ ഫോം അത് പുറത്തെടുക്കുകയാണെങ്കിൽ അവൻ ജയിച്ചു എന്നായിരുന്നു. യുഹാവന്റെ സ്ട്രെങ്ത് അത് കിട്കൂട്ടുകയാണ്. ഒറ്റ സ്ട്രൈക്കിൽ തീർക്കാൻ ഷവിയാവോന് മനസ്സിലായി. യുഹാവ ആദ്യ അറ്റാക്ക് മൂയൻ പഠിപ്പിച്ചു കൊടുത്ത ആ പഞ്ച് സ്ട്രൈക്ക് അതാണ് ഉപയോഗിക്കുന്നത്. ഷീൽഡ് ഉപയോഗിച്ച് തടയാൻ തോന്നുന്നുണ്ട്. അത് അത്രയും പവർഫുള്ളും സ്ട്രോങ് ആയിരുന്നു. കൊള്ളാം, മൂയൻ പഠിപ്പിച്ച ഈ സ്കില്ല് സ്ട്രോങ് തന്നെയാണ്. എന്നാൽ നിനക്ക് 2 ചാൻസ് കൂടിയേ ഉള്ളൂ. അപ്പോഴേക്കും ഷോന് വന്ന് എംപറർ പാം എന്ന സ്കില്ല് അത് യൂസ് ചെയ്യുന്നു. അൾട്ടിമേറ്റ് ഐസ് എന്ന് കണ്ട് ഷോക്ക് സ്നോ ആണല്ലോ കാരണം അവന്റെ ഐസ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് ചേർത്ത സ്കില്ല് കൂടിയാണ്. അവൻ പിന്നെ അത് എക്സ്പ്ലോഷൻ ചെയ്തു. പെണ്ണുപോലെ ഇവന്റെ കയ്യിൽ ഒരുപാട് ട്രിക്സ് ഉണ്ടല്ലോ. ഈ ബാറ്റിൽ കഴിഞ്ഞ യുഹാവനെ പെട്ടെന്ന് തന്നെ ഷ്രെക്കിലേക്ക് സേഫ് ആയിട്ട് കൊണ്ടുപോകണം. ഇവൻ എന്റെ ലൈഫ് കൊടുത്തായിരുന്നു എന്ന് ഷാവോഷി ആ വാരിയർ ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് ഫ്രീസ് എങ്കിലും ഷവിയാവന്റെ മാർഷൽ സോൾ അത് റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. യുഹാവയ്ക്ക് നല്ല പരിക്ക് പറ്റി. അപ്പോഴേക്കും അവസാനമായിട്ടുള്ള ചാൻസ് അവനവന്റെ സോൾ റിംഗ് ആ ഓറഞ്ച് സോൾ റിംഗ് എടുത്ത് എംബറർ സോഡ് അത് എടുക്കുകയാണ്. അതിന്റെ പവർ മുൻപ് കണ്ടിട്ടുണ്ട്. അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അത് വരുന്നു മലയിടിച്ച് ഒറ്റയടി ആ ബാരിയർ പൊട്ടി ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അത് പിടിച്ച് ഷവിയാവും മൂവ് എടുത്തു എന്ന് കണ്ട് അതിശയമായി പോയി. എന്നാൽ ഷോന് പിന്നെ കൂടുതൽ പവേഴ്സ് എടുത്ത് അവസാനം വേറെ വഴിയില്ല മാർഷൽ സോൾ ഫോം അതെടുത്ത് ഓർക്കണം. 99 ലെവലുള്ള ആള് ആയതുകൊണ്ടല്ല, സോൾ പവർ 50 ലെവലിലേക്ക് ആക്കിയതുകൊണ്ടാണ്. അവിടെ വലിയ രീതിയിലൊരു ഇമ്പാക്ട് പവർ ഉണ്ടായി. യുഹാവനെ ഷാവോശയും പിടിച്ച് അവന്റെ ഫോഴ്സ് തടഞ്ഞ് ഷവിയാവോ വന്നിട്ട് ഞാൻ മാർഷൽ സോൾ ഫോം എടുത്തു, ഞാൻ തോറ്റു. എങ്ങനെ മനസ്സിലായി അവന്റെ ഫസ്റ്റ് അറ്റാക്ക് അറ്റൻഷൻ കിട്ടാനും പിന്നെ അൾട്ടിമേറ്റൈസ് ഉപയോഗിച്ച് ഓപ്പോണന്റിന് നേരെ ഉപയോഗിക്കുകയും അവസാനം കില്ലിംഗ് സോൾ സ്ട്രൈക്ക് ഉപയോഗിക്കുകയും ചെയ്തു. യുഹാവന്റെ പ്ലാൻ അങ്ങനെയായിരുന്നു. ഷാവോശയും ആകട്ടെ അതോടെ യുഹാവോ ജയിച്ചു. പെറ്റായതുകൊണ്ട് വെറുതെ വിടുന്നു. അല്ലായിരുന്നെങ്കിൽ അവൻ ഡേഞ്ചറിലായി. അവന് നന്ദി പറയുന്നുണ്ട്. 3 അറ്റാക്കില്ലാതെ തന്നെ അവന്റെ സോൾ പവർ സ്പിരിച്വൽ പവർ എല്ലാം തീർന്നു. അവന്റെ ലെവൽ 50 മാത്രം ആക്കിയ ആളുടെ മുൻപിൽ പെങ്ങപ്പോൾ വെറുതെ പോവുകയാണെന്ന് ചെയ്യുമ്പോൾ ഷവിയവ ഞാൻ വാക്കുകൊടുത്തു പോയി. അത്രക്കാണെങ്കിൽ നീ എതിർക്കാൻ പോകുക 2 ഗ്രാൻഡ് സോളന്റ് മാസ്റ്റേഴ്സിനെ അല്ല 3. അങ്ങോട്ടേപ്പോഴാണ് യുവാൻ വരുന്നത്. അത് കണ്ടപാടെ പെങ്ങ് ഷോക്ക്. നീയോ ചുവാൻസി കുറെ നാളായല്ലോ കണ്ടിട്ട്, നീ ചത്തില്ലെന്ന് ചോദിക്കുമ്പോ ഇല്ല എന്നാ വയസ്സായി, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയാണ്. പണിയാണെന്ന് മനസ്സിലാക്കിയിട്ട് പെങ്ങ് എസ്കേപ്പ് വാ പോകാം എന്ന് പറഞ്ഞ് അവരും പോയി. അവർ പോകുമ്പോൾ ഡ്രാഗൺ എംപറർ മൂയനുമായിട്ടുള്ള കണക്ഷൻ അത് ചോദിക്കുകയാണ്. ടീനേജിൽ അവർ വളരെ ഫേമസ് ആയിരുന്നു. അവരായിരുന്നു ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ ആൾക്കാർ. അവർ കണ്ടുമുട്ടിയത് ഒരു കോണ്ടിനെന്റൽ വൈഡ്സ് അഡ്വാൻസ്ഡ് സോൾ മാസ്റ്റർ അതിലായിരുന്നു. 200 വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ ഹോളി ലൈറ്റും ഡ്രാഗണും മറ്റൊന്ന് ഹോളി ഡാർക്ക് ഡ്രാഗണും മാസ്റ്റർ സോൾ. ആ കോമ്പറ്റീഷനിൽ അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹോളി ഡ്രാഗൺസ് എന്ന ടൈറ്റിലും കിട്ടി. അവർ ആ കോമ്പറ്റീഷനിൽ മറ്റൊരു പെൺകുട്ടിയെ കണ്ടു. അവളുടെ പേരാണ് ഈ ശിശുയി. അവർ 3 പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് മാറി. എന്നാൽ മൂയൻ അവരെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് കാരണം ശിശുയിയാണ്. അവർ ആകെ ഫൈറ്റ് ചെയ്തത് അവൾക്ക് വേണ്ടിയാണ്. അതിന്റെ അവസാനം മൂവിന് ഇഞ്ചുറി പറ്റി. അതുകൂടാതെ ഫോർമർ ലീഡറായിരുന്ന ബോഡി സെറ്റില് ഡൂബൂസായിട്ടുള്ള ഫൈറ്റ് കൂടി ആയപ്പോൾ അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് 100 വർഷമായി. അപ്പോഴേക്കും ഷവിയാവനെ കാണാതായി. പിന്നെ ഇപ്പോഴാണ് കണ്ടത്. അവൾ ശിശുവിന്റെ കാര്യം ചോദിക്കുമ്പോൾ അവൾ 100 വർഷം മുൻപേ ഗ്രാൻഡ് സോളന്റ് മാസ്റ്ററായിട്ട് മാറി. അതുപോലെ അവൾ ഒരു ഡാർക്ക്നെസ്സിലേക്ക് വീണു. ഒരു ഈവിൾ സോൾ മാസ്റ്ററായിട്ട് മാറുകയും ചെയ്തു. ഇത്രയും കേട്ടപ്പോൾ ഇതിന്റെ തന്നെ വേറൊരു സ്റ്റോറി കേട്ടതുപോലെയല്ലേ സോളന്റ് 1 അവർ ഷ്രെക്കിലെത്തി. യുഹാവോ സീഗോഡ് പൗലിയിലേക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഫ്രണ്ട്സിന് കുറച്ച് ഗിഫ്റ്റ് അയച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോയി. യുഹാവയ്ക്ക് ആകട്ടെ അവരെ കാണാൻ പോകുന്ന ഹാപ്പി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഷ്രെക്കില് സിറ്റിയിലോട്ട് പോകണം. അങ്ങനെ പോകുമ്പോൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ നടന്ന കാര്യങ്ങൾ ഷവിയാവനും 24 മൂൺലൈറ്റ് ബ്രിഡ്ജ് അത് കൊടുത്തത് ഓരോരോ പ്ലേസിലേക്ക് പോകുമ്പോഴുള്ള മെമ്മറി അതെല്ലാം ഓർത്തെടുത്ത് പോകുമ്പോഴാണ് ഒരു പെൺകുട്ടിയെ കാണുന്നത്. അവള് കാണുന്നുണ്ട് എങ്കിലും അവിടെ നിന്ന് പോയി അവളുടെ മാസ്ക് അത് അവന് കിട്ടി. അതിൽ വാക്യൂങ്ങർ എന്ന പേരായിരുന്നു. അത് കണ്ടിട്ട് അവൾ ആരെന്നറിയാൻ വേണ്ടി പോയി എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കണ്ടപ്പോൾ തന്നെ മിസ്സായി പോയി. അതിൽ വാക്യൂങ്ങർ എന്ന പേര് അത് കണ്ടിട്ട് വാങ്ഡോങ്ങിനെ ഓർത്തു. വാങ്ഡോങ് പറഞ്ഞായിരുന്നല്ലോ ഒരു എൽഡർ സിസ്റ്റർ ഉണ്ടെന്ന്. അതും ആലോചിച്ചിട്ട് അവിടെ നിന്ന് പോയാണ്. വാങ്കുങ്ങറും ഷ്രെക്കിലേക്കുള്ള വഴി അത് ചോദിക്കുന്നുണ്ട്. സ്പീഡിന് വാങ്ഡോങ്ങിനെ കാണാൻ പോവുകയാണ്. എടാ പയ്യ പോടാ പിടിപിടിക്കും. അവിടെ സൈക്കിളിൽ വെച്ചിട്ട് നേരെ ചെന്ന് ഡോർ തുറക്കുമ്പോൾ അവിടെ ആളില്ല. എവിടെ പോയി? അവിടെ സീഗോഡ് പൗലിയിലെ നോട്ടീസ് മാത്രം. വെളിയിൽ വരുമ്പോൾ ഷോയും ഫാനും. അവൻ അവിടെ ചെന്നിട്ട് വാങ്ഡോങ്ങിന്റെ ആര് ചോദിക്കുമ്പോൾ സീഗോഡ് പൗലിയിലേക്ക് പോയി കാണും. സീഗോഡ് ഡെസ്റ്റിനി നാളെയാണ്, നീ അങ്ങോട്ട് പോകുന്നില്ലേ? യുഹാവയ്ക്ക് ഇതിനെ പറ്റിയുള്ള കാര്യം മനസ്സിലായില്ല. അതാലോചിച്ച് പോകുമ്പോഴാണ് യൂസാൻഷോ വന്നിട്ട് അതിനെപ്പറ്റി പറയുന്നത്. സംഭവം കപ്പിൾസിനെ തിരഞ്ഞെടുക്കുന്ന ബ്ലൈൻഡ് ഡേറ്റ് പോലെ. അതിനായിരിക്കും വാങ്ഡോങ് പോയത്. കാരണം ഒരുപാട് പെൺപിള്ളേർ അവനെ കണ്ട് അട്രാക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അവര് അവിടെ നിന്ന് പോവുകയാണ്. ലുവിനോട് ശിശു വന്നിട്ട് സീഗോഡ് ഡെസ്റ്റിനിയിലേക്ക് പോണില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയ ആൾക്കാരുടെ പേരെഴുതുന്ന അങ്ങോട്ട് പോയി. അവിടെ ശുവാന് അവൾക്ക് ഇഷ്ടമായിരുന്നല്ലോ. അവനുമായിട്ട് അവിടെ ഒരു ഫ്ലേവർ വെച്ചിട്ട് പോയി. ഇഷ്ടപ്രണയം നഷ്ടപ്രണയം. അത് കഴിഞ്ഞിട്ട് ഈവന്റ് ഒരുപാട് പേര് വരുന്നുണ്ട്. അവരുടെ ഡെസ്റ്റിനിയെ തിരഞ്ഞെടുക്കാൻ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. അതൊരു വലിയ ഈവന്റ് പോലെയാണ്.
ആമ്പിള്ളേർ അവിടെ കയറി റെഡിയായി നിന്നു. യുഹാവനെ യൂസാൻഷി പിടിച്ചേറ്റി. വാങ്ഡോങ്ങിനെ അവിടെ ഒന്നും കാണുന്നില്ല. കായ്ട്ടോക്ക് അവിടെ ഉണ്ട്. അങ്ങോട്ട് പിന്നെ പെൺകുട്ടികളും വരുന്നുണ്ട്. അവിടെ അവർ ഡാൻസ് പോലെ കളിക്കുന്നു. അവരെല്ലാവരും കവർ അത് ചെയ്തതുകൊണ്ട് തന്നെ ആരാണെന്ന് മനസ്സിലാക്കിയില്ല, കഴിയുന്നില്ല. അങ്ങനെ തുടങ്ങി ബൈ ബൈ ശശിയാണ് അതിന്റെ കോർഡിനേറ്റേഴ്സ്. ഇതൊരു ബ്ലൈൻഡ് ഡേറ്റ് ആണ്, ഞങ്ങൾ റെഡിയല്ലേ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ആ വന്ന വാങ്കോങ്ങർ യുഹാവനെ കാണുമെന്നൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. ആരൊക്കെ ആരെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നൊക്കെ കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.